ഈ ബോക്സ് ഓണം അവധി കഴിഞ്ഞ് വന്ന പറഞ്ഞ എല്ലാ എച്ച് എംമാരും പ്രിൻസിപ്പാളന്മാരും ഈ ബോക്സ് വയ്ക്കണം. ഈ സ്കൂളിലെ പ്രസിഡന്റ് പറഞ്ഞു അധ്യാപകരുടെ ഭാഗത്ത് ഈ വിവരം അറിഞ്ഞാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാത്ത സംഭവം ഉണ്ട്. ഈ സ്കൂളിലും അതേപോലെ തന്നെ നേരത്തെ കുട്ടിക്ക് നേരെ മർദ്ദനം ഉണ്ടായ സമയത്ത് പ്രധാന അധ്യാപികരുടെ അടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് കുട്ടി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഈ സംഭവം പുറത്തോട്ട് വരുന്നില്ല. അധ്യാപകർക്ക് ഒന്നിൽ പേടിയാണ്, രണ്ടാമത് സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന വിഷയം. സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന പ്രശ്നമായിരുന്നാലും പേടിയുടെ പ്രശ്നമായിരുന്നാലും മറ്റേതെങ്കിലും പരിഗണനയുടെ പ്രശ്നമായിരുന്നാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ സംരക്ഷണം, കുട്ടിക്ക് നല്ല മാനസികാവസ്ഥയിൽ കുട്ടിക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ പിന്നെ കുട്ടി കറണ്ടടിച്ച് ഷോക്കേറ്റ് മരിച്ച സാഹചര്യം ഉണ്ടായത്. മാനേജ്മെൻറ്റിനെ തന്നെ പിരിച്ചുവിട്ടില്ലേ? അവിടുത്തെ പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തില്ലേ? എന്ന് മാത്രമല്ല ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം അതൊരു പകരം വയ്ക്കലല്ല എങ്കിൽ തന്നെ അത് കൊടുക്കാൻ വേണ്ടി നടന്നല്ലോ. ഇവിടുത്തെ ഈ സംഭവത്തിനും ആണോ നമ്മൾ രാവിലെ അന്വേഷണം നടത്തി വൈകുന്നേരം സസ്പെൻഡ് ചെയ്ത്? രാവിലെ അന്വേഷണം നടത്തി വൈകുന്നേരം സസ്പെൻഡ് ചെയ്ത്. അതെ, പത്തനംതിട്ടയിൽ ഒരു ടീച്ചറിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഏതാണ്ട് 80 ലക്ഷം രൂപ മറ്റോ കൊടുക്കാനുണ്ടായിരുന്നു. അവിടുത്തെ സൂപ്രണ്ടും അതേപോലെ തന്നെ അവിടുത്തെ ക്ലർക്കന്മാരും എല്ലാം കൂടെ 4-5 മാസക്കാലമായി കൊടുക്കാതെ ഇങ്ങനെ അടവച്ച് ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ടീച്ചറുടെ മകന് തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചത്. അവിടെ വലിയ കാശ് അടയ്ക്കണമായിരുന്നു. അടയ്ക്കാൻ നിവർത്തിയില്ല വന്നപ്പോഴാണ് കുട്ടിയുടെ അച്ഛൻ, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്ത സംഭവം. രാത്രി നടന്നു. രാവിലെ ഞാൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തി 5 മണിക്ക് റിപ്പോർട്ട് വാങ്ങി. 5:30 മണിയായപ്പോൾ അവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് വേണ്ടി ഒരു ഉന്നതതല IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇതെല്ലാം ടീച്ചറിൻ്റെ ജോലി. ഇത് പഠിപ്പിക്കൽ മാത്രമല്ല, ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കൽ മാത്രമാണ് ടീച്ചർമാരുടെ ജോലിയെന്ന് ഒരു ടീച്ചർമാരും കരുതേണ്ട കാര്യമില്ല. അവിടെ വരുന്ന ഓരോ കുട്ടിയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക. ചിലപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുക. അതിനുവേണ്ടിയാണല്ലോ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. അതാണ് CM പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. ഓരോ കുട്ടിയും നമ്മുടെ ഓരോ ടീച്ചർമാരുടെയും ഓരോ അധ്യാപകരുടെയും സ്വന്തം കുട്ടിയാണെന്നുള്ള ബോധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇടപെടാത്തതിൻ്റെ ഫലമായി പല കാര്യങ്ങളും പുറത്തറിയുന്നില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായി അങ്ങ് തുറച്ചു നീക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ പക്ഷേ കുറേയെങ്കിലും അതിന് വ്യത്യാസം വരും. ഇപ്പോൾ ഇത് തന്നെ പറഞ്ഞല്ലോ, കുറച്ച് ചില അധ്യാപകരെങ്കിലും ഇത് 5 ദിവസം താമസിച്ച് വയ്ക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ DG അത് കൈകാര്യം ചെയ്തോളൂ. അറസ്റ്റ് ചെയ്തവരെ അല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് സമ്പൂർണ്ണമായി അതൊരു കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് സമ്പൂർണ്ണമായി അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളിതിൽ ഇടപെടും. കുട്ടി സ്കൂളിൽ പഠിക്കുക കുട്ടിയാണ്, നമ്മുടെ കേരളത്തിൻ്റെ മോനാണ് അല്ലെങ്കിൽ മോളാണ്. അവർക്ക് നിയമവിരുദ്ധമായി കുട്ടികൾക്ക് ലഭിക്കേണ്ട സംരക്ഷണം എല്ലാ രംഗത്തും ഉണ്ട്. അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും വേറെ ഏത് ബന്ധുക്കളായിരുന്നാലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇടപെടും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എത്ര ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്നോട് ചോദിച്ചതുപോലെ അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതൽ അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നത്. അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ അധ്യാപികയുടെ പ്രശ്നം പറഞ്ഞത് ശമ്പള കുടിശ്ശിക. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ആ സ്കൂളിലെ പ്രധാന അധ്യാപിക ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവാണ് നേടിയിരിക്കുന്നത്. അപ്പം അതിന്മേൽ എന്തെങ്കിലും തുടർ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും? അല്ല, കോടതിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറഞ്ഞു. ഞങ്ങൾ കോടതിയെ ഇനി വീണ്ടും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും. കോടതി ഇനി തീരുമാനിക്കുകയാണ് അവിടെ ആത്മഹത്യ ചെയ്തതും അവിടെ നടന്ന ഈ കാശ് കൊടുക്കാത്തതുമൊക്കെ ശരിയാണെന്ന് കോടതി തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. സ്കൂൾ മാനേജറും പറഞ്ഞിരുന്നു
സ്കൂളിനെ മാത്രം ബലികേടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ന്യായമൊന്നും ഇവിടെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. സ്കൂൾ മാനേജർ ന്യായമൊന്നും അംഗീകരിക്കുന്നേ ഇല്ല. സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അങ്ങേറ്റത്തെ പരിഗണനയും പിന്തുണയാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരാളുടെയും ജീവൻ വെച്ച് പന്താടില്ല. അവിടെ ഒരു ഉദ്യോഗസ്ഥനും ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ ഫയൽ കയ്യിൽ വയ്ക്കാനുള്ള ഒരു അധികാരവും കേരളത്തിലല്ല, ഇന്ത്യയിലില്ല. അതിൽ വകുപ്പ് തന്നെ പറയുന്നുണ്ടല്ലോ, റൂളുണ്ട്. ഇത്ര ദിവസമേ വയ്ക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഷനല്ല, പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. അതെല്ലാം കോടതിക്ക് പിന്നെ നിയമം നോക്കിയാൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിയമനിർമ്മാണം കോടതിക്ക് നടത്താൻ പറ്റില്ലല്ലോ. കോടതിക്ക് ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് പറയാം, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയാം. സ്റ്റേ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമനിർമ്മാണം നടത്തിയിട്ട് ഉത്തരവിറക്കാനുള്ള അധികാരം കോടതിക്കില്ല. ഈ സംഭവത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയുള്ള കുട്ടികൾക്ക് വലിയൊരു സന്ദേശമല്ലേ നമ്മൾ നൽകുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ മന്ത്രിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും കൂടെ ഉണ്ടെന്നുള്ള അർത്ഥം തന്നെ സുരക്ഷാ മിത്രമായിക്കോട്ടെ ഇപ്പം നൽകുന്നത്. നമ്മുടെ മുമ്പിലേക്ക് വന്ന പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ നടപടിയെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. നമ്മളത് എല്ലാവരെയും പിന്നെ യോജിപ്പിച്ചുകൊണ്ടും എല്ലാവരുടെ അഭിപ്രായവും കേട്ടുകൊണ്ടും ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യസ്ത അഭിപ്രായം വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പം നമ്മുടെ പിന്നെ ഞാനിപ്പോൾ 2-3 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്കൂളിൻ്റെ സമയമാറ്റത്തിനായിരുന്നാലും കുട്ടികളുടെ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കാര്യമായിരുന്നാലും അതൊക്കെ ഒരു സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വിട്ടിട്ടാണല്ലോ. അപ്പോൾ സമൂഹത്തിൻ്റെ ചർച്ചയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 47 ലക്ഷം കുട്ടികളും അവരുടെ കുടുംബങ്ങളും മറ്റു കൊച്ചു കുടുംബങ്ങളുടെയും പിന്നെ പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് തന്നെ ചെയ്യണം. ഇതുപോലുള്ള കൊച്ചു പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അത് ചെറിയ പ്രശ്നമല്ല. ആ കുട്ടിയെ നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് കണ്ട് സംസാരിക്കണം. ഞാനത് ഇതിൽ പറയുന്നത് ശരിയല്ല. അത് തീർച്ചയായും ഈ കൗൺസിലർമാരോടാണ് കൂടുതൽ കുട്ടികൾ തുറന്നു പറയുന്നത്, അധ്യാപകരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ അതിന്റെ ഒരു കാര്യക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനം. യഥാർത്ഥത്തിൽ ഒരു കാര്യം വെച്ചാൽ ഈ കൗൺസിലർമാരെ അതായത് സ്കൂളിലുള്ള ടീച്ചർമാരോ എച്ച്എംമാരോ വിളിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ നിങ്ങൾ കൗൺസിൽ നടത്തിയപ്പോൾ വിവരം കിട്ടിയത് എന്ന് മനസ്സിലാക്കി എഴുതി തരേണ്ടതല്ലേ. എൻ്റെ അടുത്ത് തിരിഞ്ഞ് തന്നിട്ടില്ല. എൻ്റെ കയ്യിൽ നേരിട്ട് തരണ്ട. എൻ്റെ അടുത്ത് തരേണ്ട വിദ്യാഭ്യാസ ഡയറക്ടറാണ്. പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടറെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളവർ അദ്ദേഹം പറയും. അല്ല, അതുകൊണ്ടാണ് എല്ലാ അധ്യാപകരെയും കൗൺസിലർമാരാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല അതിൻ്റെ ഇപ്പം നമ്മളെ കുട്ടികളൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ തയ്യാറാണ്, എഴുതിയിടാൻ വേണ്ടി തയ്യാറാണ്. അതിനൊക്കെ അവർ നല്ല ധൈര്യമുണ്ട്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോള് തന്നെ നല്ല രസമായിട്ടല്ലേ എഴുതിയിരിക്കുന്ന ഒരു 1-2 എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 8-10 കവിതയോ 1-2-3 പുസ്തകമൊക്കെ എഴുതി എന്നോട് പറഞ്ഞ് IAS ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഷാനവാസിനെ കാണിച്ചു കൊടുത്തത്, അതായത് IAS നിൽക്കുന്ന എല്ലാ സഹായവും ചെയ്തു തരുമെന്ന് പറഞ്ഞു.